2017 കാടുകയറി കിടന്ന റബ്ബർ തോട്ടം വൃത്തിയാക്കി റംബുട്ടാൻ കൃഷിയിലേക്ക്. 2020 230 മരത്തിൽ ഫലം വിളഞ്ഞു. എൻ്റെ ഒരു ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ജർമ്മനിയിൽ ആയിരുന്ന സമയത്ത് അവിടുത്തെ ജർമ്മൻസ് ഇങ്ങനെ കൃഷിയുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്ഥലം ഉണ്ടെങ്കിൽ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇത് കേട്ടു. അപ്പോൾ റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേനും ഇങ്ങനെ ഫാദർ പറഞ്ഞു നീ താല്പര്യമാണെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് അമ്മയുടെ ആങ്ങളമാർ അമ്മച്ചന്മാർ ഈ റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിനക്ക് എന്താ റംബുട്ടാൻ ചെയ്താൽ എന്താ എന്ന് ചോദിച്ചു. അന്നേരം അപ്പോൾ എനിക്ക് ഈ റംബുട്ടാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം ഇല്ല. അതായത് റംബുട്ടാനിൽ നിന്ന് എങ്ങനെ ഇത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞടാ ഇത് നോക്കി ഇത്ര എല്ലാം വരുമാനം കിട്ടി. അതെന്നെ ബോധ്യപ്പെടുത്തി. എനിക്ക് ബോധ്യമായപ്പം ഞാൻ തീരുമാനിച്ചു റംബുട്ടാൻ കൃഷി ചെയ്യാം. അങ്ങനെ ഇവിടെ വന്ന് കൃഷി ചെയ്യും. സ്വന്തം കൃഷിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എബി. റംബുട്ടാൻ തോട്ടം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയും ആരംഭിച്ചു. കൃഷി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഗാംബ്ലിങ് പോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കൃഷി ഇപ്പോൾ ഞാൻ ഈ കൃഷി വന്നിട്ട് 9ാം വർഷമായി, 7ാമത്തെ ഹാർവെസ്റ്റിംഗ് ആണ്. ഈ 7 വർഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനം സ്റ്റഡി ആയിരുന്നു. അവിടെ ഇടിവ് വന്നിട്ടില്ല. അപ്പം നമുക്ക് പൈസ മുടക്കുന്നത് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് ശരിക്കും ഇത് ചെയ്തു കൊടുക്കാനും സജസ്റ്റ് ചെയ്യാനും തുടങ്ങിയത്. ഒന്ന് മനസ്സ് വെച്ചപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു കർഷകനായി മാറി. കൃഷി നഷ്ടക്കച്ചവടമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മറ്റുള്ളവരെ കൃഷി ചെയ്യാൻ പ്രാപ്തരാക്കുന്നുമുണ്ട്.